അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ ഫലമായി ദിനം പ്രതി എന്നോണമാണ് പുതിയ പുതിയ ആൾദൈവങ്ങളുടെ ഉദയം. പലപ്പോഴും ഇവരുടെ വളർച്ചയ്ക്ക് വളമാകുന്നത് പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത ജനതയാണ്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും. യുപിയിലെ ഇങ്ങനെ ഒരു ആൾദൈവത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി ജീവൻ പൊലിഞ്ഞത് 130ഓളം സ്ത്രീകളും കുട്ടികളുമാണ്. യുപിയിലെ ഹാത്രസിൽ ഭോലെ ബാബ എന്ന ആളുടെ സത്സംഗിൽ പങ്കെടുക്കാനെത്തിയവരാണ് തിക്കിലും തിരക്കിലും പെട്ട് ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീണത്. ഇതിൽ ഭൂരിഭാഗവും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾ. കടുത്ത ചൂട് കാരണം ജനങ്ങൾ കൂട്ടമായി പിരിഞ്ഞു പോകുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഈ 130ഓളം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. കടുത്ത ചൂടും മരണത്തിന് കാരണമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇയാളെ കേൾക്കാൻ എത്തുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഹത്രസിലെ ട്രോമ സെന്ററിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളതെന്നാണ് വിവരം. ആവശ്യത്തിന് ഓക്സിജൻ സിലിണ്ടറും ഇവിടെ ലഭ്യമല്ല എന്നും കേൾക്കുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വാഹനം കണ്ടോ? കന്നുകാലികളെ ഇതിലും മാന്യമായല്ലേ കൊണ്ടുപോവുക? ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു കിടക്കുന്ന സ്ത്രീകളുടെ മൃതദേഹം അട്ടിയട്ടിയായി ഇട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. പാവപ്പെട്ടവരുടെ മൃതശരീരത്തിന് പോലും ആവശ്യമായ ഒരു ബഹുമാനവുമില്ലാത്ത ഒരു രാജ്യം. കന്നുകാലികളെ ദൈവമായി കാണുന്ന നാട്ടിൽ മനുഷ്യജീവന് എന്ത് വിലയാണല്ലേ? ഈ ദുരന്തത്തിന് കാരണം പോലീസും ലോക്കൽ ഭരണാധികാരികളുമാണെന്നാണ് ജനം പറയുന്നത്. कितने लोगों की मौत हुई? 100-150 आदमी चले गए यहाँ से, 200 के लमसम चले गए और ये अभी तक कोई लाइट एक डॉक्टर थे. എന്നാൽ ശരിക്കും ഇതിന്റെ ഉത്തരവാദികൾ ഇതുപോലുള്ള കള്ള സന്യാസിമാരെ വളർത്തിവിടുന്ന ജനത്തിനും രാഷ്ട്രീയക്കാർക്കുമാണ്. ജനങ്ങളെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്കൊക്കെ അത്രയ്ക്കേ വിദ്യാഭ്യാസവും വിവരവുമുള്ളൂ. പാവങ്ങളെ എളുപ്പത്തിൽ കബളിപ്പിക്കാനാവുമല്ലോ. ഉത്തർപ്രദേശ് ഭരിക്കുന്ന BJP ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഈ സംഭവത്തിന്റെ വാർത്ത പുറത്തു വന്നിട്ടും ഒരു TV ചാനലും ഇത് കാണിക്കാൻ തയ്യാറാകാതെ മോദിയുടെ പാർലമെന്റ് പ്രസംഗമാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോദി മീഡിയയ്ക്കും മോദിയെയും BJPയെയും പോലെ സാധാരണക്കാരുടെ ദുരന്തത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്ന് വ്യക്തം. മോദിയും പാർലമെന്റിൽ തന്റെ കവലപ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയ ദുരന്ത വാർത്ത പുറത്തു വന്നിട്ടും. യുപിയിലെ കാസ്ഗഞ്ച് സ്വദേശിയാണ് ഈ ബാബ. മുൻപ് UP പോലീസിലായിരുന്നു ഇദ്ദേഹം. ഒരു ദിവസം പൊടുന്നനെ VRS എടുക്കുന്നു. തനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാബയായി അവതരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരും ഇയാളുടെ ഫോളോവേഴ്സ് ആയിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇയാൾക്കെതിരെ 5-6 കേസുകളുമുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യദൈവങ്ങൾ ചമയുന്നവർ ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലുമുണ്ട്. കേരളത്തിലുമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെ അത്ര ഇല്ലെങ്കിലും. പലപ്പോഴും ക്രിമിനലുകളാണ് പെട്ടെന്ന് ആൾദൈവങ്ങളായി അവതരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇങ്ങനെയുള്ള ഫേക്ക് ബാബാമാരെ കേൾക്കാൻ നിങ്ങൾ പോകുന്നത്? എന്ത് ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതുവഴി? ഒരു ദിവ്യനും ഒരു ആൾദൈവവും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരല്ല. നല്ലവരായ വളരെ ബാബമാർ ഉണ്ടെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവർക്ക് അധികം ഫോളോവേഴ്സിനെ ലഭിക്കാറില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഇത്തരം കള്ളന്മാരെ കേൾക്കാൻ പോയിട്ട് എന്തേ അവർക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ കുടുംബങ്ങൾക്കും. ഇനിയെങ്കിലും വിവേകത്തോടെ സത്യം മനസ്സിലാക്കി ഇതുപോലെയുള്ളവരുടെ പുറകെ പോകാതെ ജീവിക്കാൻ നോക്കൂ. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി.